തിരുവനന്തപുരത്ത് അയിരൂരിൽ മുത്താന അമ്പലത്തുംവിളം ലക്ഷം വീട് കോളനിയിലാണ് ലീലയും അശോകനും താമസിച്ചിരുന്നത്. ലീലയ്ക്ക് 45 വയസ്സും അശോകന് 60 വയസ്സുമാണ് പ്രായം. ഇവർക്ക് 4 മക്കളാണ്, 3 പെണ്ണും ഒരാണും. അശ്വതി, അഞ്ജു, അനിത, അനിൽ ഇങ്ങനെയാണ് 4 മക്കളുടെയും പേരുകൾ. ഇതിൽ 3 പെൺകുട്ടികളും കല്യാണം കഴിച്ചവരാണ്. മകനായ അനിൽ മാത്രം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അശോകൻ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ലീലയ്ക്കാണെങ്കിൽ കൂലിപ്പണിയും. ലീലയും അശോകനും നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ 4 മക്കളെയും വളർത്തി വലുതാക്കിയത്. ഒരു ചെറിയ വീട് മാത്രമാണ് ഇവർക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. മകനായ അനിലും അച്ഛനൊപ്പം ഇപ്പോൾ വെഡ്ഡിംഗ് ജോലിക്കാണ് പോകുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴാണ് ആ ദുരന്തം എത്തുന്നത്. ഒരു ദിവസം വെൽഡിംഗ് പണിക്കിടെ അശോകന് വയ്യാതായി അയാൾ കുഴഞ്ഞു വീഴുകയാണ്. ജീവൻ രക്ഷിക്കാനായെങ്കിലും അശോകൻ്റെ അവസ്ഥ കഷ്ടത്തിലായിരുന്നു. അയാൾക്ക് പക്ഷാഘാതം വന്ന് ഒരു സൈഡ് തളർന്നു പോവുകയാണ്. ഒരു വല്ലാത്ത അടിയായി പോയി ആ കുടുംബത്തിനത്, പ്രത്യേകിച്ച് അശോകന് തന്നെ. നല്ല ചുറുചുറുക്കോടെ ജോലി ചെയ്തുകൊണ്ട് നടന്ന അയാൾക്ക് ഇനി പരസഹായം കൂടിയേ തീരൂ, എന്തിനും ഏതിനും. ശാരീരികമായിട്ടല്ല, ശരിക്കും മാനസികമായിട്ടാണ് അശോകൻ തളരുന്നത്. ഇതിൽ ശരീരത്തിന് സംഭവിച്ചത് ഉൾക്കൊള്ളാൻ അശോകന് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കവെയാണ് ലീലയുടെ മകളായ അനിത 3 വയസ്സുള്ള തൻ്റെ കുഞ്ഞുമായിട്ട് ഒരാഴ്ച നിൽക്കാൻ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. അന്ന് രാത്രി ലീല കൊച്ചുമകൾക്കൊപ്പം ഹാളിലെ ഒരു ചെറിയ കട്ടിലാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണിപ്പോൾ. അപ്പോഴാണ് പാതിരാത്രിയിൽ ലീല ഞെട്ടി ഉണർന്നത്. കൊച്ചുമകൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന ലീല ആ ഹാളിൽ കണ്ടത് ആ സ്ത്രീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. എന്താണ് ലീല അവിടെ കണ്ട ആ കാഴ്ച? പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചത്? ട്വിസ്റ്റുകൾ പലതുമുള്ള ആ സംഭവത്തിലേക്ക് നമുക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ലീല ഭർത്താവായ അശോകന് സുഖമില്ലാതാവുന്നതിന് മുന്നേ തന്നെ കൂലിപ്പണിക്കൊക്കെ സഹായിയായിട്ട് പോകുമായിരുന്നു. അശോകന് വയ്യാതായതോടെ അയാൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ വീട്ടിലിരിപ്പാണ്. ഒരു സൈഡ് തളർന്ന അശോകന് കുറച്ചു കാലം പരസഹായമില്ലാതെ ഇനി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്തൊക്കെ അയാളുടെ സകല കാര്യങ്ങളും നോക്കുന്നത് ഭാര്യ ലീലയാണ്. ഭർത്താവിന് മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് ആ സ്ത്രീ രാവിലെ കൂലിപ്പണിക്ക് പോകുന്നത്. ഇവരുടെ വീടിന് തൊട്ടടുത്തൊക്കെയാണ് മൂത്ത മകളായ അശ്വതി ഭർത്താവും കുട്ടികളും ഒത്ത് താമസിക്കുന്നത്. ഉച്ചയ്ക്ക് അച്ഛൻ അമ്മ ഉണ്ടാക്കി വച്ചിട്ട് പോകുന്ന ആഹാരവും കൃത്യമായി എടുത്ത് വച്ചിട്ട് പോകുന്ന ഗുളികയും ഒക്കെ കൊടുക്കുന്നത് ഈ അശ്വതിയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ലീല എത്തിയാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ലീല തന്നെയാണ് നോക്കുന്നത്. ഇങ്ങനെ പോകവേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി. കൃത്യമായ നോട്ടവും ചെക്കപ്പിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ലീലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അശോകൻ ഇപ്പോൾ ഒരുവിധം എഴുന്നേറ്റ് നടക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാനും സാധിക്കും. വീട്ടിലിരുന്ന് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ അശോകൻ വൈകുന്നേരം റോഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കും. എല്ലാവർക്കും അതിലൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷേ ഒരു സൈഡ് ദുഃഖവുമായിരുന്നു. കാരണം അശോകൻ്റെ സ്വഭാവം തന്നെ. അയാൾ പഴയ ആളെ അല്ല ഇപ്പോൾ. രോഗബാധിതനായി വീട്ടിലിരിപ്പായതോടെ അയാൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും കലിയാണ്. എന്തു കണ്ടാലും അയാൾക്ക് ദേഷ്യമാണ്. മുഖമൊക്കെ വീർത്ത് കെട്ടിയ നിലയിലാണ് അശോകൻ്റെ ഇരിപ്പ്. ലീല കുളിപ്പിക്കുകയും ആഹാരം വാരിക്കൊടുക്കുകയും എല്ലാം ചെയ്യുമെങ്കിലും അവർ ചെയ്യുന്നതിനെല്ലാം ഇയാൾ ഒരു കുറ്റമെങ്കിലും കണ്ടെത്തി വഴക്കുണ്ടാക്കും. ആദ്യം ലീലയ്ക്ക് അശോകൻ്റെ സ്വഭാവം കാരണം നല്ല സങ്കടവും കരച്ചിലുമൊക്കെ ആയിരുന്നു. പിന്നെ അവരത് എന്തോ ആവട്ടെ എന്ന രീതിയിൽ കണ്ടില്ല കേട്ടില്ല എന്ന് നടന്നു. മക്കളും മരുമക്കളും എല്ലാം അശോകൻ്റെ ഈ ഒരു ചൊറിഞ്ഞ സ്വഭാവത്തിൽ പരാതിയുമായിട്ട് എത്തുന്നത് ലീലയുടെ മുന്നിലാണ്. അവർക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നതിൻ്റെ സങ്കടം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതും കാണിക്കുന്നതും. ഓടി നടന്ന് ജോലി ചെയ്ത ആളല്ലേ, ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ അച്ഛന് സമയമെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ലീല മക്കളോടും മരുമക്കളോടൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നും മക്കളോട് ഇവർ പറയുകയാണ്. എന്നാൽ അവിടെയാണ് ലീലയ്ക്ക് കണക്ക് കൂട്ടലുകൾ തെറ്റിയത്. അശോകൻ്റെ അസുഖം വേറെയായിരുന്നു, സംശയരോഗം. ഈ ഒരു അശോകന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അയാളുടെ ഉള്ളിൽ ഇതിലൊരു സംശയരോഗം കൂടെ തോന്നുകയാണ്. ഭാര്യ ജോലിക്ക് പോകുന്നതും കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നതൊന്നും ഇയാൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിപ്പായത് അയാളെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാണ് ലീല വിചാരിച്ചത്.
ഭാര്യ തനിക്ക് വയ്യാത്തത് കൊണ്ട് നല്ല ആരോഗ്യമൊക്കെയുള്ള ചെറുപ്പക്കാരെ തപ്പി പോകുന്നതാണ് എന്നാണ് അശോകൻ്റെ മനസ്സിലെ ചിന്തകൾ. അതിന് 2 കാരണവുമുണ്ട്. ഒന്ന്, ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം. ലീലയ്ക്ക് 45ഉം അശോകന് 60ഉമാണ് പ്രായം. 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മാത്രവുമല്ല, ലീല നല്ല വെളുത്ത് കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. അശോകനാണെങ്കിൽ കാഴ്ചയ്ക്കും പ്രായം വച്ചും ലീലയ്ക്ക് അത്ര സമവുമല്ല. ഈ ഒരു കോംപ്ലക്സ് അയാളിൽ രോഗിയായപ്പോഴാണ് ഉടലെടുത്തത്. രാവിലെ ജോലിക്ക് പോകും മുമ്പ് ഈ സ്ത്രീ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മറ്റ് വീട്ടുകാര്യങ്ങളും എല്ലാം വെപ്രാളത്തിൽ ചെയ്ത് തീർത്തിട്ട് ഓടിപ്പോകുന്നത് ഇയാൾ കണ്ടുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ധൃതിയിൽ നേരത്തെ തീർത്ത് എല്ലാം ഒതുക്കിയിട്ട് ഇവൾ മറ്റെവിടെയോ ആർക്കൊപ്പമോ കറങ്ങാൻ പോവുകയാണ് എന്ന രീതിയിലാണ്. ഒരുവിധം ആരോഗ്യം വീണ്ടും കിട്ടി ബുദ്ധിമുട്ടിലാണെങ്കിലും അത്യാവശ്യം നടക്കാനൊക്കെ ആയപ്പോൾ പിന്നെ അശോകൻ നേരെ ചൊവ്വേ കട്ടിലിൽ കിടക്കില്ല. അതായത് ഒരുവിധം നടക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തം കാര്യങ്ങൾ ഇത്തിരിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അയാൾക്ക് റെസ്റ്റ് എടുക്കാനേ തോന്നുന്നില്ല. ഭാര്യ വീട്ടിലുള്ള സമയമെല്ലാം അയാൾ പരുന്ത് കറങ്ങും പോലെ ആ സ്ത്രീയെ ചുറ്റിപ്പറ്റി കാവലായിട്ട് ഇങ്ങനെ നിൽക്കും. ലീലയ്ക്കാണെങ്കിൽ എവിടെയാണ് പണി ഇപ്പോൾ, പിന്നെ അവരെത്ര മണിക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകും, അവരെപ്പോൾ തിരിച്ചു വരും, ഇതൊക്കെ ഇയാൾ കറക്റ്റ് അന്വേഷിക്കുകയാണ്. മാത്രവുമല്ല, ലീല പോകുന്ന നേരവും വരാനുള്ള നേരവും ഒക്കെ അശോകൻ ഇങ്ങനെ കാത്തിരിക്കും, സമയം തെറ്റുന്നുണ്ടോ എന്ന്. തിരിച്ചു വരാൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയാൽ തീർന്നു. ഒരുപാട് അലച്ച് വഴക്ക് കൂടാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ചെയ്യുന്ന പണി എന്തെന്നാൽ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പറക്കി എറിയും. എന്നിട്ട് ആവുന്ന ഉച്ചത്തിലൊക്കെ അയാൾ പ്രശ്നം ഉണ്ടാക്കും. മിക്കപ്പോഴും മക്കൾ ഇടപെട്ടാണ് ഈ പ്രശ്നമൊക്കെ തീർക്കുന്നത്. ലീലയെ കുറ്റക്കാരിയാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അശോകൻ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഭാര്യ ശരിക്ക് ഭക്ഷണം പോലും തരാതെയാണ് ഇറങ്ങി നടക്കുന്നത് എന്ന് പറയാൻ തുടങ്ങി. ഇയാൾ ഇത്തിരി റോഡിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവിടെയും ചെന്ന് ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറയുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ലീല അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ അങ്ങ് വിട്ട് കളയുകയാണ്. എത്ര കണ്ടാലും കേട്ടാലും അവർ കൃത്യമായിട്ടും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അയാളെ ശുശ്രൂഷിക്കും. അശോകൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം മനസ്സിലാക്കിയ മക്കള് അമ്മയോട് അച്ഛനെ സൂക്ഷിക്കണം, അച്ഛൻ എന്തും ചെയ്യാൻ മടിക്കില്ല, ഒരു കരുതലോടെ വേണം അമ്മ ഇരിക്കാനെന്ന് പറഞ്ഞു. പക്ഷെ ലീല മക്കളോട് പറഞ്ഞത്, അങ്ങേര് എന്നെ എന്തു ചെയ്യാനാണ്, എന്നെ അങ്ങേര് ഒന്നും ചെയ്യില്ല, ദേഷ്യത്തിൽ കാണിച്ചു കൂട്ടുന്നതാണ്, കുറെ കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നാണ്. 2023 മാർച്ച് മാസം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് വരുന്നത്. ലീല എല്ലാ വർഷവും ആറ്റുപൊങ്കാലയ്ക്ക് പോകുന്ന പതിവുണ്ട്. ലീല ഇപ്രാവശ്യവും പൊങ്കാലയ്ക്ക് പോകുകയാണെന്ന് അശോകനോട് പറഞ്ഞു. ഇയാളൊന്നും മിണ്ടിയില്ല. ആ സമയത്താണ് ലീലയുടെ 2ാമത്തെ മകളായ അനിത ഈ ഒരാഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കാനായിട്ട് വരുന്നത്. അനിതയുടെ ഭർത്താവ് അനിതയെയും 3 വയസ്സായ കുട്ടിയെയും അവിടെ കൊണ്ടാക്കിയിട്ട് അന്ന് തന്നെ തിരിച്ചു അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ആ വീട്ടിൽ അശോകനും ലീലയും അനിതയും അനിലും ഈ കുഞ്ഞും മാത്രമാണ് ഉള്ളത്. ലീല കൊച്ചുമോളുമായിട്ട് ഹാളിലെ ഒരു ചെറിയ കട്ടിലിലാണ് രാത്രി കിടപ്പ്. പിറ്റേ ദിവസം രാവിലെ ലീല മൂത്ത മകളായ അശ്വതിക്കൊപ്പം പൊങ്കാലയിടാൻ പോകാൻ ഒരുങ്ങുകയാണ്. അത് രാവിലെ ഇവർ പോകുന്നത് കണ്ടപ്പോൾ അശോകന് മൊത്തത്തിലൊരു മാറ്റം. ഭാര്യയോടും മക്കളോടും ഒക്കെ വർത്താനം പറയുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ഇയാൾ ചെയ്തു. എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു. പൊങ്കാലയ്ക്ക് പോകാനായി ലീലയും മകളെയും യാത്ര അയക്കാനും ഇയാൾ അവർക്കൊപ്പം കുറച്ച് ദൂരം പോവുകയാണ്. അങ്ങനെ അവർ പൊങ്കാലയ്ക്കും പോയി. അശ്വതി അപ്പോഴും അച്ഛനിൽ ഇതെന്തു പറ്റിയതാണ് എന്ന് ലീലയോട് ചോദിക്കുകയാണ്. അച്ഛന് സ്ഥിരമായിട്ട് ദേഷ്യം ഒന്നുമില്ല, ഇതൊക്കെ പോകെ മാറുമെന്ന് എനിക്കറിയാമെന്നാണ് ആ പാവം സ്ത്രീ പറയുന്നത്. ആ പാവം സ്ത്രീയുടെ പ്രതീക്ഷ എല്ലാ അസ്ഥാനത്തായിരുന്നു. അടുത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തം അറിയാതെ ലീലയും അശ്വതിയും സമാധാനത്തോടെ ആറ്റുപൊങ്കാലയൊക്കെ ഇട്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ചിട്ട് ലീല കുറച്ച് പേർക്ക് പൊങ്കാല പായസം, അതായത് കൂടെ ജോലി ചെയ്യുന്ന 1-2 പേർക്ക് പൊങ്കാല പായസം കൊടുക്കാനായിട്ട് ഇറങ്ങുകയാണ്. അന്നേരം അശ്വതിയോട് പറയുകയാണ്, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ ഇതും കൊടുത്തിട്ട് വരാമെന്നും. പൊങ്കാല പ്രസാദമൊക്കെ കൊടുത്ത ശേഷം വീട്ടിൽ വന്ന ലീല ആദ്യം ഭർത്താവിൻ്റെ മുറിയിലേക്കാണ് പോയത്. പൊങ്കാല കഴിഞ്ഞ് എത്തിയ അവർ രാവിലെ പൊങ്കാലയ്ക്ക് യാത്ര അയച്ച നിറഞ്ഞ സന്തോഷത്തോടെ യാത്ര അയച്ച ഭർത്താവിനെയല്ല അവിടെ അപ്പോൾ കണ്ടത്. കലി കയറി നിൽക്കുന്ന ഭർത്താവിനെയാണ്. നീ ആരെ കാണാൻ പോയി എന്നും ചോദിച്ചാണ് അശോകൻ കലിതുള്ളിയത്.
ഭാര്യയ്ക്ക് പോകുന്ന സ്ഥലത്തൊക്കെ കാമുകന്മാരുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെയാണ് തനിക്ക് ഭർത്താവായിട്ട് കിട്ടിയതെന്നും ഇപ്പോൾ അയാളുടെ മനസ്സിലിരിപ്പ് ഇതാണെന്നും ശരിക്കും അന്നാണ് ലീല മനസ്സിലാക്കുന്നത്. ഇത് ലീലയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അശോകനുമായിട്ട് ലീല നല്ല രീതിയിൽ ആ ദിവസം വഴക്ക് കൂടുകയാണ്. മക്കൾ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അയാൾക്ക് തലയിൽ കയറിയില്ല. വൈകുന്നേരം വഴക്കൊക്കെ കഴിഞ്ഞ് അശോകൻ കുറേ നേരം ആരോടൊന്നും മിണ്ടാതെ മുറിക്ക് അകത്ത് കയറി വാതിലടച്ച് തനിയെ ഇരുന്നു. ഈ വഴക്ക് അടുത്തടുത്ത് ഇങ്ങനെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അയൽപക്കക്കാരൊക്കെ നന്നായിട്ട് കേട്ടു. രാത്രി പൊങ്കാല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ മിക്ക പൊങ്കാലയ്ക്ക് പോകുന്ന സ്ത്രീകളും നേരത്തെ കിടന്ന് ഉറങ്ങുകയാണ് പതിവ്. അതുപോലെ തന്നെ ലീലയും നേരത്തെ ഉറങ്ങാൻ കിടന്നു. ഒപ്പം കൊച്ചുമകളും ഉണ്ട്. ഹാളിലെ കട്ടിലിലാണ് ഈ ലീലയും കൊച്ചുമകളും കിടന്നുറങ്ങിയത്. എല്ലാവരും പാതിരാത്രിയായി, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അശോകൻ മാത്രം ഉറങ്ങിയില്ല. പാതിരായപ്പോൾ അശോകൻ മുറി വിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് നേരെ ഹാളിൽ വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ കുറച്ച് നേരം അയാൾ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം അയാൾ നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. അവിടെ ഇരുന്ന ഒരു മണ്ണെണ്ണ കന്നാസ് എടുത്തുകൊണ്ട് വന്ന് സ്വന്തം ഭാര്യയുടെ ദേഹത്തോട്ട് അയാൾ ഇങ്ങനെ ഒഴിക്കുകയാണ്. നനവ് തട്ടിയതും ലീല ഞെട്ടി ഉണർന്നു. അപ്പോൾ കാണുന്നത് കൊലവെറിയുമായിട്ട് തലക്കരികിൽ നിൽക്കുന്ന അശോകനെയാണ്. പിന്നെ ക്ഷണം നേരം കൊണ്ട് അയാൾ തീപ്പെട്ടി ഉരച്ച് ആ പാവ സ്ത്രീയുടെ പുറത്തേക്ക് ഒരൊറ്റ ഏറാണ്. തീ ആളി പടർന്നതും കുഞ്ഞടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ലീല നിലവിളിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ഈ ബഹളമൊക്കെ കേട്ട് അനിതയും അനിലും ഒക്കെ ഓടി വന്നപ്പോൾ ആളിപ്പടരുന്ന തീയുമായിട്ട് ഓടുന്ന അമ്മയാണ് അവർ കാണുന്നത്. അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിലിനും ചെറുതായിട്ട് പൊള്ളലൊക്കെ ശരീരത്തിലേക്കുകയാണ്. ഓടിക്കൂടി ആൾക്കാരൊക്കെ ചേർന്ന് ലീലയെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിൽ വെച്ചിട്ട് പോകുന്ന വഴി ലീല പറയുകയാണ്, അയാൾ എന്തിന് എന്നോട് ഈ ചതി ചെയ്തു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അയാൾക്ക് എനിക്ക് കുറച്ച് വിഷം തന്ന് കൊന്നുകൂടെയായിരുന്നു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. 2 ദിവസം ICUവിൽ കിടന്ന ലീല മരണപ്പെട്ടു. തിരൂർ പോലീസ് അശോകനെ അറസ്റ്റ് ചെയ്യുകയാണ്. മക്കൾ ഉൾപ്പെടെ 27 സാക്ഷികളെ പോലീസ് വിസ്തരിച്ചു. 39 രേഖകളും ഈ കേസിൽ ഹാജരാക്കി. 2025 നവംബറിൽ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബി അനസ് അശോകൻ എന്ന ഈ 60-കാരന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അമ്മയെ സംശയത്തിൻ്റെ പേരിൽ കൊന്ന അച്ഛനെ ഇനി സ്വീകരിക്കുമോ എന്ന് ചില മാധ്യമങ്ങളൊക്കെ ചോദിച്ചു. ഈ ഒരു വിധി കേൾക്കാനായിട്ട് ലീലയുടെ 4 മക്കളും മരുമക്കളുമൊക്കെ അപ്പോൾ കോടതിയിൽ എത്തിയിരുന്നു. മാധ്യമങ്ങളുടെ ആ ചോദ്യത്തിന് ഇവർ പറഞ്ഞ മറുപടി ഒരിക്കലും ഇനി അച്ഛനെന്ന നിലയിൽ സ്വീകരിക്കില്ല എന്നാണ്. ഇതിൽ അശോകൻ പോലീസിനോടും കോടതിയോടും പറഞ്ഞത് ഭാര്യ തന്നെ വിട്ടു പോകുമോ എന്നൊരു സംശയം നേരത്തെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും അതാണ് തന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ തോന്നിയതെന്നുമാണ്. എന്തായാലും വളരെ വേദനാജനകമായൊരു മരണമാണ് സംശയരോഗിയായ അയാൾ പാവം ആ സ്ത്രീക്ക് നൽകിയത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.